കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്തിലെ പാരമ്പര്യ തിരുവാതിര കളികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വരിക വാർത്തകളെ എന്ന ശീർഷകത്തിൽ മത്സരം സംഘടിപ്പിച്ചു വരികയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ഒരു മത്സരം ആണ് ഞങ്ങൾ നടത്തുന്നത്. സാധാരണ തിരുവാതിര കളി നടത്തുമ്പോൾ ചടങ്ങിനു വേണ്ടി ഒരു തിരുവാതിര കളി സംഘടിപ്പിക്കുകയും ചടങ്ങുകളിൽ മത്സരം സംഘടിപ്പിക്കുകയും പാവപ്പെട്ട നർത്തകിമാർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ചുവടുകൾ വെച്ച് വേഷം കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ വളരെ തുച്ഛമായ തുകയാണ് അവർക്ക് സമ്മാനമായി പലയിടങ്ങളിൽ ലഭിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ 5,00,000 രൂപ ഒന്നാം സമ്മാനവും ശില്പവും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമ്മാനം പ്രഖ്യാപിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 50,000 രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് 25,000 രൂപ, മൂന്നാം സ്ഥാനക്കാർക്ക് 10,000 രൂപ. എന്തുകൊണ്ട് പാരമ്പര്യ തിരുവാതിര കളിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. പ്രണയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം പേരും. ഇതിൻ്റെ എല്ലാം തന്നെ ആകത്തുകയാണ് നമ്മൾ കണ്ടുവരുന്ന തിരുവാതിര, പാരമ്പര്യ തിരുവാതിര. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യമുണ്ട്. പ്രാകൃതമായ ഒരു കേരളത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് മകയിലെ രാത്രി തുടങ്ങി തിരുവാതിര അവസാനിക്കുന്നത് വരെ സ്ത്രീകൾ അവരുടേത് മാത്രമായ ഒരു ആഘോഷം നടത്തി വന്നിരുന്നു. അന്ന് സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് പറയുന്ന കണക്കല്ല, ഒരു രാത്രി മുഴുവനും ആഘോഷിക്കുന്ന തിരുവാതിര ചടങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത്, ഈ സ്ത്രീകൾ തിരുവാതിര സമയത്ത് വ്രതം നോക്കാറുണ്ട്. വ്രതം നോക്കാവുന്നത് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ദീർഘ സുമംഗലിയെ കഴിയാനും എൻ്റെ പ്രാണനാഥൻ എന്നോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും ആരോഗ്യത്തോടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ജെൻഡർ ഇക്വാലിറ്റിയുടെ മറ്റൊരു ഉദാഹരണമാണ്. പുരുഷന് വേണ്ടിയിട്ടാണ് വ്രതം നോക്കുന്നത്. 2 പ്രണയം. മൂന്നാമത്തെ പ്രണയം, പരമേശ്വരനെ രണ്ടാമത് പാർവതിയായി വരുമ്പോൾ സ്വന്തം ഭർത്താവായി ലഭിക്കാൻ വേണ്ടി അതികഠിനമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് രണ്ടാമത് ശിവപാർവതി സംഗമം നടക്കുന്നത്. ശിവപാർവതി സംഗമത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൊണ്ടാണ് ധനുമാസത്തിൽ തിരുവാതിര ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ പണ്ട് മുതലേ കേരളത്തിൽ ആചരിച്ചു വന്നിരുന്നത്. അപ്പം അത് പ്രണയത്തിന്റെ സൂചകമാണ്. ഇതെല്ലാം കൂടി ചേരുന്ന അടയാളമാണ് തിരുവാതിര. ഇത് നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ആ സന്ദേശത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം തന്നെ ഈ തിരുവാതിര ആഘോഷിക്കുന്ന ഒരുപാട് സംഘടനകൾ തിരുവനന്തപുരത്തില്ലെങ്കിലും മധ്യ കേരളം തൊട്ട് വടക്കോട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത്തരം അമ്മമാർ, സഹോദരിമാർ, അവർ ദീർഘകാലമായി ഈ കലയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ കാണാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അവർക്ക് ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടിയുള്ള സകലമാന സഹായവും പിന്തുണയും കൊടുക്കുക, അത് നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അമ്മമാർ, ആരെങ്കിലും അണിയറയിലും സ്ത്രീകൾ മാത്രമുള്ള ഏത് കലാരൂപമുണ്ട് തിരുവാതിരയല്ലാതെ? കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് ഇത്. ഭരതനാട്യം പോലെ, കുച്ചിപ്പുടി പോലെ ശാസ്ത്രീയമായി പഠിച്ചു വരുന്നതല്ല. ഇതൊരു ഫോക്ക് കലാരൂപമാണ്. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെതായ തനതായ രീതികളും ശീലുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ കാണുവാനുള്ളൊരു ഭാഗ്യമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കണ്ണൂരും പാലക്കാടും മലപ്പുറവും എറണാകുളവും തൃശ്ശൂരും അടക്കം വിവിധ ജില്ലകളിൽ നിന്നായി 12 ടീമുകളാണ് മത്സരത്തിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. 24 അപേക്ഷകർ ഉണ്ടായിരുന്നു. അപേക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെടാതെ പോയ ഒരുപാട് സംഘടനകളുണ്ട്, സമിതികളുണ്ട്. ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. അവസരം ഇനിയും ഉണ്ടാകും. ഇപ്പോൾ 12 പേരെയാണ് ജഡ്ജസ് തിരഞ്ഞെടുത്തത്. ഒരു മാനദണ്ഡവും ഞങ്ങൾ പാലിച്ചിട്ടില്ല. ജഡ്ജസിന് നിങ്ങൾ തന്ന വീഡിയോ അയച്ചു കൊടുത്തു. അവരത് കണ്ട ശേഷം മാർക്കിട്ടത് പ്രകാരമാണ് 12 ടീമിനെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നിലവിൽ 10 ടീം ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ടീമുകൾ വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദീർഘമായി പറയുന്നില്ല, ഈ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ശ്രമത്തിന്റെ 10ാമത് പതിപ്പാണ്, എഡിഷനാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്ന കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ശ്രീമതി ഷീല ജെയിംസ്, തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ ഗ്രൂപ്പ്. സെറീന ബ്യൂട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ഇടതുവശത്തായി വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനം നടത്തുന്നു. ഒപ്പം തന്നെ വിവിധമായ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ബാക്കി ലഭിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ ചെലവഴിക്കുന്ന മാഡം, ഞാൻ രഹസ്യമായി വെച്ചൊരു കാര്യം പരസ്യമാക്കുകയാണ്. ഒരു ഗായിക കൂടിയാണ്.
സംഗീതം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ലയിപ്പിച്ച ഒരാളാണ്. ഞായറാഴ്ചകളിൽ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഞായറാഴ്ച ഞാൻ കഴിഞ്ഞ വർഷവും വിളിച്ചു, സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞായറാഴ്ച ഒഴിവാക്കി, അന്ന് വന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി മാഡത്തിൻ്റെ സാന്നിധ്യം. ഒന്നുകൂടി പറയട്ടെ, കേരളം ഏറെ ബഹുമാനിക്കുന്ന ബേബി ജോൺ, നമ്മുടെ പഴയ മന്ത്രി, അദ്ദേഹത്തിൻ്റെ മകളാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി നമ്മുടെ ഇന്നത്തെ ഈ സാന്നിധ്യത്തിൽ മാഡം വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നു. അടുത്തത് നമുക്കെല്ലാം പ്രിയപ്പെട്ട അരുന്ധതി ടീച്ചറാണ്. അരുന്ധതി ടീച്ചറ് നമുക്ക് തിരുവനന്തപുരത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സംഗീത ലോകത്ത്, ചലച്ചിത്ര ലോകത്തും പ്രശസ്തയായ ടീച്ചർ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു മാതൃഭൂമി പത്രത്തിൽ ടീച്ചറിൻ്റെ മാത്രമായ ഒരു സ്പെഷ്യൽ എഡിഷൻ ഉണ്ടായിരുന്നു. ടീച്ചർ സംഗീത ലോകത്തേക്ക് വന്നതും ചരിത്രവും എല്ലാം പറഞ്ഞുകൊണ്ട്. സംഗീത ലോകത്ത് വന്നെങ്കിലും ചലച്ചിത്ര ഗാന മേഖലയിൽ നിന്നും ടീച്ചർ പതുക്കെ പിൻവാങ്ങി എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ടീച്ചറെ ഈ വേദിയിൽ ലഭിച്ചതും, അതുപോലെ തന്നെ ടീച്ചറെ വിളിക്കുന്ന സമയം തൊട്ട് തന്നെ എന്നെ തിരിച്ചു വിളിച്ച് ഓരോ സമയം തിരക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിയ ടീച്ചറിനെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചിരി കൊണ്ട് മാത്രം മലയാളികളെ തൻ്റെ കരവലയത്തിൽ ഉൾപ്പെടുത്തിയ ഒരാൾ. പേരുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹേമലത കണ്ണൻ. പണ്ട് നമുക്ക് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വാർത്ത വായിക്കുകയും ചെയ്യാറുള്ളൂ, വാർത്തയ്ക്കിടെ അടിയില്ലായിരുന്നു. ഇന്ന് വാർത്ത തുറന്നു കഴിഞ്ഞാൽ ചാനലിനകത്ത് സംപ്രേഷണം കിട്ടാൻ വേണ്ടി വാർത്ത അവതാരകർ തന്നെ വിഷയങ്ങൾ ഉണ്ടാക്കി പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്ന് വേറൊന്നുമില്ലായിരുന്നു, കിട്ടുന്ന വാർത്ത ജനങ്ങളെ അറിയിക്കുക, അതും വളരെ സൗമ്യമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ വാർത്ത അവതരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ പ്രതിനിധിയാണ് ശ്രീമതി ഹേമലത കണ്ണൻ. വളരെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് മല്ലിക ടീച്ചറാണ്, മല്ലിക വേണുകുമാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിക്കൊണ്ടാണ് ടീച്ചർ ഞങ്ങളോടൊപ്പം സഹകരിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരത്ത് പട്ടത്താണ് താമസിക്കുന്നത്. കവയത്രി എന്ന നിലയിൽ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചുറ്റുവട്ടത്ത് എല്ലായിടങ്ങളിലും കവി സമ്മേളനങ്ങളിൽ നിറ സാന്നിധ്യമാണ്. ഇവിടെ ഞാൻ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി പറയുമ്പോഴും പ്രണയത്തെ പറ്റി പറയുമ്പോഴും ടീച്ചറിൻ്റെ കവിതകളിൽ കൂടുതലും വരുന്നതിൽ പ്രണയം ഒരു ഘടകമായിരുന്നു. കാരണം തൻ്റെ ജീവിതസഖാവായ ആള് ഇടക്കാലത്ത് വേർപെട്ടു പോയ ആ വേദന വരികളിലും വാക്കുകളിലും ഒക്കെ എപ്പോഴും ടീച്ചർ കുറിച്ചു വയ്ക്കാറുണ്ട്. ടീച്ചറുടെ സംഘടനയുടെ മിക്കവാറും മീറ്റിങ്ങുകൾ തിരുവനന്തപുരത്ത് നടക്കാറുണ്ട്. ഒരു വേദിയിൽ എനിക്കും അവരുടെ ആദരവ് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഇന്ന് ഈ വേദിയിൽ നിറഞ്ഞ മനസ്സോടെ മല്ലിക ടീച്ചറിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത സ്വാഗതം പറയേണ്ടത് ഡോക്ടർ ലിഖ രാജനാണ്. കേരള സർവകലാശാലയിലെ നൃത്ത പ്രതിഭയായിരുന്നു. ഡോക്ടർ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മെഡിക്കോസിൻ്റെ ഉൾപ്പെടെയുള്ള നിരവധിയായ കലോത്സവങ്ങളിലെ മിടുക്കിയായ പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ലിഖ. വളർന്നു വരുന്ന ഒരു കലാകാരി, ഒരു ഡോക്ടർ, അതിനുപരി തിരുവനന്തപുരത്തെ മിക്കവാറും പരിപാടികളിലെ ആങ്കർ എന്ന നിലയ്ക്ക് നമുക്കെല്ലാം സുപരിചിതയായ ഡോക്ടർ ലിഖ രാജനെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇവിടെ എത്തിയിട്ട് ചേർന്നിട്ടുള്ള എല്ലാ ടീമിൻ്റെയും അതിലെ അംഗങ്ങളെയും അതിനെ ചുമതലപ്പെടുത്തി വന്ന അതിൻ്റെ സഹപ്രവർത്തകരെയും ഭാരവാഹികളെയും എല്ലാം ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരെയും പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ അതിഥികൾ നിങ്ങളോട് ഈ 2 വാക്കുകൾ സംസാരിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും മഹനീയമായ ഒരു ചടങ്ങിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്, അതും ഇത്രയും പ്രഗത്ഭരായ വനിതകളോടൊപ്പം. അതിനെനിക്ക് അവസരം ഒരുക്കി തന്ന ശ്രീ ബിജുകുമാറിനോടും ജീവ് കലാ സംഘടനയോടും ഉള്ള നന്ദി.
ആദ്യമായി അറിയിക്കുന്നു. തിരുവാതിര ഒരു ആഘോഷമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ, കലയുടെ, സംഗീതത്തിൻ്റെ, നൃത്തത്തിൻ്റെ എല്ലാം ചേർന്ന ഒരു ആഘോഷമാണ്. നമ്മുടെ സമ്പന്നമായ ഒരു പൈതൃകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. സ്ത്രീകൾക്ക് അരങ്ങത്തും അണിയറയിലും പ്രാമുഖ്യമുള്ള ഈ കേരളത്തിൻ്റെ തനതായ ഈ മനോഹര നൃത്തരൂപം തീർച്ചയായും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതും അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുമാണ്. വരിക വാർത്തികളെ എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും അതിന് സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശ്രീമതി ബി അരുന്ധതി അവരുടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ബിജുകുമാർ പറഞ്ഞത് കേട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇത്രയും മെനക്കെട്ട് ഇങ്ങനെ ഒരു കല, ഇത്രയും വലിയൊരു എമൗണ്ട് അവർക്ക് പാരിതോഷികമായിട്ട് നൽകി ആരാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്? എനിക്ക് കേട്ടുകേൾവി പോലുമില്ല. ആദ്യമായിട്ടും ബിജുകുമാറിനെയും ജീവനകല എന്ന ഈ സംഘടനയും സാംസ്കാരിക സംഘടനയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. എല്ലാ ശ്രേയസ്സും ഉണ്ടാകട്ടെ. തിരുവാതിര കളി, തിരുവാതിരയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. തിരുവാതിര കളി എന്ന് പറഞ്ഞാൽ എന്നും എനിക്ക് മനസ്സിൽ ഒരു ഉത്സവം പോലെ തോന്നുന്ന ഒരു കലയാണ്. ഞാൻ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കാലത്ത് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോഴത്തേക്കും തിരുവാതിര കളി മത്സരം നടക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരുമിച്ചായിരിക്കും ഒരു സ്ഥലത്ത് വെച്ച് അതിൻ്റെ റിഹേഴ്സൽ. അപ്പോൾ അത് കാണാൻ എന്ത് രസമാണ്. അത് ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാകുമ്പോഴത്തേക്കും ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഒരു ചെറിയ ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അത്ര നിഷ്കർഷയോടുകൂടി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതും ഒരുമിച്ച് കോമ്പറ്റീഷൻ ഓരോ ഡ്രസ്സുകൾ മാറി 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 മറ്റേ തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം വാരി എന്ത് രസമാണത് കാണാൻ. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കല എന്ന് എനിക്ക് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പല എൻ്റെ ഫ്രണ്ട്സ് നമ്പൂതിരി കുടുംബങ്ങളിലുള്ള അവരുടെ വീട്ടിൽ കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും തലേ ദിവസം 1001 തിരി നിറക്കലോ അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം പ്രായഭേദമന്യേ എല്ലാവരും ചേർന്ന് ഇത് തിരുവാതിര കളിക്കും. ഒരു മംഗളമായിട്ടുള്ള ഒരു കാര്യമാണ്. പറഞ്ഞതുപോലെ സ്ത്രീകൾ ഭർത്താവിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും, ഭർത്താവിന് വേണ്ടിയിട്ട് ദീർഘ മാംഗല്യത്തിന് വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത്. അതും വളരെ ഉന്നതമായ ഒരു ആശയമാണ് അത്. ഇതിന് ഇത്രത്തോളം പ്രോത്സാഹനം നൽകുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മേൽക്കുമേൽ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ശ്രീ പത്മനാഭനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകളും ഇപ്പോൾ തന്നെ അഭിനന്ദനങ്ങളും നൽകുന്നു. നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശ്രീമതി ഹേമലത കണ്ണൻ അവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അരുന്ധ ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ തിരുവാതിരകളിയുടെ ഒരു മത്സരം ശരിക്കും യൂത്ത് ഫെസ്റ്റിവലുകളിൽ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യമായ ഈ തിരുവാതിര കളിക്ക് ഇത്രയും പ്രൈസ് മണിയുള്ള ഒരു വലിയ മത്സരം നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതും 10ാമത്തെ വർഷം എന്ന് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു സംരംഭം തന്നെയാണ്, ഒരു സംശയമില്ല. ഒരു ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ തലേദിവസം ഈ 1000 തിരി തീർക്കലും അന്ന് തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇടക്കാലത്ത് ഇതെല്ലാം അങ്ങ് വിട്ടുപോയിരുന്നു. എല്ലാവരും കുറച്ചും കൂടെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയപ്പോൾ പല എന്താ പറയുക ചടങ്ങുകളും വേണ്ടാന്ന് വെച്ചു. എന്നാൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഞങ്ങളുടെ വാര്യർ സമാജം ഇതുപോലെ തിരിച്ച് വീണ്ടും തലേദിവസം ഉള്ള തിരുവാതിര കളിയും അങ്ങനെ ഞങ്ങളുടെ സമാജത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പം എന്തായാലും ഈ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. താങ്ക് യു.
അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശ്രീമതി മല്ലിക വേണുഗോപ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ആദര വിനീത നമസ്കാരം. ജീവകല എന്നാൽ, ജീവന്റെ കല എന്നാൽ അത് ബിജു ആണ്. ശ്രീ ബിജുവാണ് ആ ജീവകലയുടെ ആചാര്യൻ എന്ന് തന്നെ പറയാം. ധാരാളം കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ, നല്ല വഴികാട്ടിയായി ഇത്തരത്തിലുള്ള കലകൾ അഭ്യസിച്ചു പോകാനും മിടുക്കരാക്കാനും സ്വപ്രയത്നം എടുത്തു തന്നെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ബിജു വെഞ്ഞാറമൂട്ടിൽ ഇത് നടത്തുന്നതെന്ന് വർഷങ്ങൾ കൊണ്ടേ എനിക്കറിയാം. അതിനുവേണ്ടി സ്വന്തം ഭക്ഷണം കഴിക്കുന്ന ശീലമില്ല, ഒരു കാര്യങ്ങളും നോക്കാറില്ല, എല്ലാം ഡെഡിക്കേഷനാണ് ജീവകലയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ജീവന്റെ കല ആയി ഞാൻ കാണുന്നത്. അതിന് പ്രത്യേക ഒരു അഭിനന്ദനം എന്തായാലും തീർച്ചയായിട്ടും ബിജു അർഹിക്കുന്നു. മാത്രമല്ല, തിരുവാതിരക്കളി ഇതിനുവേണ്ടി മാത്രം, പാരമ്പര്യമായ തിരുവാതിരക്കളി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതും നേരിട്ട് അറിയാവുന്ന എനിക്കറിയാം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ സേവനം മറ്റാരും അറിയാതെ തന്നെ ധാരാളം പേര് സഹായിക്കുന്നു. ആ ഒരു സംഘടനയിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് അർഹതപ്പെട്ട കാര്യങ്ങൾ നൽകാൻ വേണ്ടി ബിജു ഒരുപാട് പരിശ്രമിച്ച് കൊണ്ടുവന്ന് എല്ലാവരിലും എത്തിക്കുകയാണ്. അത്തരം ഒരാൾ അങ്ങനെ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ധാരാളം സംഘടനകളുണ്ട്, അവരൊന്നും ഇത്തരത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല. അവർക്ക് പ്രശസ്തിയും പേരും വരാൻ വേണ്ടി മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു പത്രവാർത്തയ്ക്കോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം മനസ്സാലെ വൃത്തിയായി ഏറ്റവും നല്ല അഭിമാനത്തോടെ പറയാം ചെയ്യുന്ന ഈ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവൃത്തികളെല്ലാം ഈശ്വരൻ കാണട്ടെ, ബിജുവിന് ആയുരാരോഗ്യം കൊടുക്കട്ടെ, എന്നും ഇത്തരം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ഡോക്ടർ ലിഖ രാജനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹനീയ വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. മംഗല്യ തിരുനാളിൻ്റെ വിശിഷ്ടതയെ പ്രഭാപൂരിതമാക്കുന്ന കൈരളിയുടെ ഈ ശാലീനമായ അനുഷ്ഠാന കലക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മത്സരത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ദശാപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തതായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി വെഞ്ഞാറമൂട് ജീവകലാ സാംസ്കാരിക മണ്ഡലത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ പി മധു അവരുകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ജീവകലാ സാംസ്കാരിക മണ്ഡലം അതിൻ്റെ 10ാമത്തെ തിരുവാതിര നടനമാണ് ഇന്ന്, ഇവിടെ മത്സരമാണ് ഇന്നിവിടെ പത്മനാഭ സ്വാമിയുടെ മണ്ണിൽ നടത്തുന്നത്. ഈ തിരുവാതിരകളി നടനത്തിൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രശസ്തരായ വളരെയധികം പ്രശസ്തിയിൽ നിൽക്കുന്നവരാണ്. ആ മകളാരത്നങ്ങൾ തെളിയിച്ച തിരിയാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിന് ഉള്ളത്. എൻ്റെ കർത്തവ്യം എന്നത് നന്ദി അർപ്പിക്കുക എന്നതാണ്. അവർക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ശ്രീമതി ഷീല ജെയിംസ്, ശ്രീമതി ബി അരുന്ധതി, ശ്രീമതി ഹേമലത കണ്ണൻ, ശ്രീമതി മല്ലിക വേണുഗോപാൽ, ലിഖ രാജൻ എന്നിവരോടുള്ള ജീവകലയുടെ അഗീതവുമായ നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. കൂടാതെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിൽ നിന്നും തെക്കൻ ജില്ല വരെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഈ വേദിയിൽ നടനമാടാൻ എത്തുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ആശംസകളും അർപ്പിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ വേദിയിലെത്തിയ എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണാനും പ്രോത്സാഹിപ്പിക്കുവാനും എത്തിയ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു.